ഹായ്, വെൽക്കം ബാക്ക് ടു വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഹലോ, വെൽക്കം ബാക്ക് ടു വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. കുറേ ദിവസമായി നിങ്ങളെല്ലാവരെയും കണ്ടിട്ട്. എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ പ്രഗ്നന്റ് ആണ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഷോർട്സിലും വ്ളോഗ്സിലും ഒക്കെ ഞാൻ വരാറുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ. അതൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കത് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ അതെല്ലാം എടുത്തു വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, എൻ്റെ ഡേറ്റ് എന്ന് പറയുന്ന മാർച്ച് 1st വീക്കാണ് ഡേറ്റ് വരുന്നത്. ഇന്ന് ഫെബ്രുവരി 27 ആണ്. നാളെ ഫെബ്രുവരി 28 എനിക്കൊരു ചെക്കപ്പ് ഉണ്ട്, ലാസ്റ്റ് ചെക്കപ്പ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് എന്താണ് പ്രോസസ്സ് എന്നുള്ള കാര്യം. നാളെയാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൽ എന്തൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് കൂടാതെ തന്നെ മോസ്റ്റ്ലി നോർമലി ഡോക്ടേഴ്സ് ആയാലും പറയുന്നത് 36 വീക്സ് തൊട്ട് നമ്മൾ എല്ലാത്തിനും റെഡി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 36-37 വീക്സിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്നവരായാലും ഇതേപോലെ ഒരു 36-37 വീക്സിൽ എല്ലാ സാധനങ്ങളിലും നിങ്ങളുടെ ബേസിക് തിങ്സ് എല്ലാം വാങ്ങി റെഡിയാക്കി സെറ്റപ്പ് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ട്രോളിയിൽ ഞാൻ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ 2 സെക്ഷനായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഈ ഒരു സെക്ഷനും, ഇവിടെ ബേബിക്കും പിന്നെ ബേബിയുടെ അച്ഛനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ 2 ഡ്രസ്സ്. പിന്നെ ഞാൻ അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ എടുത്തു വെച്ച ഈ ട്രോളി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ എടുത്തു വെച്ച ഫസ്റ്റ് കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ആയിട്ട് തന്നെ ത്രിശന്തൂർ മുരുകൻ്റെ ഒരു ഫോട്ടോ, പിന്നെ കുറച്ച് ഭസ്മം, കുറച്ച് കുങ്കുമം, ഇതും പിന്നെ ഒരു കുടം മഞ്ഞളെന്ന് പറയുമല്ലോ. ഇത് ഇത്രയും സാധനമാണ് ഞാൻ ഫസ്റ്റ് ട്രോളി പാക്ക് ചെയ്തപ്പോൾ സെറ്റ് ചെയ്തത്. ഇത് ഫസ്റ്റ് കാര്യം. കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ ഒരു പൗച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവർ ജ്വല്ലറീസ് എല്ലാം റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് വേറെ കവേഴ്സും കാര്യങ്ങളൊന്നും തപ്പാൻ പാടായിരിക്കും. അപ്പോൾ ഒരു പൗച്ച് എടുത്ത് വെക്കുക, അതിൽ നമ്മുടെ ജ്വല്ലറീസ് എടുത്തിടാം. അതുകൂടാതെ തന്നെ ഈ പൗച്ചിൽ ഞാനൊരു കുട്ടി പെന്നും പേപ്പറും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എഴുതാനോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ അതും ഇതിൻ്റെ അകത്ത് വെച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ പൗച്ചിൽ ഞാൻ വച്ചേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് മോസ്റ്റ്ലി 2 ഫോണുണ്ട്. അതിൽ ഒരു ഫോണ് ഞാൻ ഈ പൗച്ചിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഫോണും അതിൻ്റെ ചാർജറും ഞാൻ ഈ പൗച്ചിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് വേറൊരു ഫോണുണ്ട്. ആ ഫോണും ചാർജറും ലാസ്റ്റ് മിനിറ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഉള്ളത് ഞാനിപ്പോൾ ഈ പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു വിസിറ്റിംഗ് കാർഡും നമ്മുടെ ട്രോളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്നതല്ല, ഇൻ കേസ് ബാഗ് വല്ലതും ലോസ് ആയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലൊക്കെ കിട്ടുകയാണെങ്കിൽ വിളിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വിസിറ്റിംഗ് കാർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് കടക്കാം. ഇതിലാണ് എൻ്റെ മെയിൻ തിങ്സുകളല്ല, ഞാൻ ഇതിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ വാങ്ങിയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഹോട്ട് ബാഗ്. മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നമുക്ക് ബാക്ക് പെയിന്, ലെഗ് പെയിനൊക്കെ നമുക്ക് ഈ പ്രഗ്നൻസി ജേർണിയിൽ വരുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോഴും ഇത് മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് ആണ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത് എന്തായാലും നിങ്ങൾ ഈ പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിലേ വാങ്ങി വെക്കേണ്ട ഒരു കാര്യമാണ്.
ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാം. വെരി വെരി യൂസ്ഫുൾ ആണ്. ഇത് മോസ്റ്റ്ലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാമായിരിക്കും. ഇതിനകത്തൊരു നോബ് പോലെ ഒരു സാധനം ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഹോട്ട് വാട്ടർ ഇല്ലേ, നല്ല തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിക്കുക, ഇത് ക്ലോസ് ചെയ്യുക. ഇത് ഒഴിക്കേണ്ടത് ഒരു 3/4 നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ പെയിൻ ഉള്ളത് അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഭയങ്കര സുഖമാണ്. ഇത് കൂടാതെ നമ്മളിത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഹോസ്പിറ്റലിൽ എന്തായാലും കെറ്റിലും കാര്യങ്ങളൊക്കെ കാണും. ഹോട്ട് വാട്ടേഴ്സ് ഈസിലി അവൈലബിൾ ആണ്. നമുക്കത് മെയിൻ സാധനമാണ്. എന്നോട് ചോദിച്ചാൽ എനിക്കിതില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം ബാഗ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡറിലാണ്. ഫസ്റ്റ് നമ്മൾ ഹോട്ട് ബാഗ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ പ്രഗ്നൻസിയിൽ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന കാര്യമാണ് നമ്മുടെ പാഡ്, സാനിറ്ററി പാഡ്സ്. അത് എല്ലാവർക്കും അറിയാം. അടുത്തത് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് മാസ്ക് ആണ്. അത് ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇതിൽ എല്ലാ സാധനവും തന്നെ ഞാൻ ഈ സിപ്ലോ കവേഴ്സിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കണ്ടാൽ തന്നെ പെട്ടെന്ന് അവർക്ക് എടുത്തു തരാൻ പറ്റും. അപ്പോൾ കുറച്ച് മാസ്ക് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് കോട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്, എന്നാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പോൾ ബേബി വന്ന ശേഷം നമുക്ക് എന്തെങ്കിലും വൈപ്പ് ചെയ്യാനോ എടുക്കാനോ ഒക്കെ ആവശ്യം വരുമെന്ന് പറഞ്ഞ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ പൗച്ചിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള തിങ്സ്, അതായത് വെറ്റ് വൈപ്സ്, കുറച്ച് മോയ്സ്ചറൈസർ, ഒരു നമ്മുടെ ബണ്ണ്, പിന്നെ അങ്ങനത്തെ കോമ്പ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള തിങ്സ്. പിന്നെ കുറച്ച് അലോവേറ ജെല്ല്. ഞാൻ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ് ഞാൻ ഇതിലെടുത്ത് വെച്ചിരിക്കുന്നത്. അതും ഒരു പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്ററീസ് ആണ്. ഇത് ഇതും ഇതുപോലെ തന്നെ ബേസിക് ആയിട്ട് എന്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫേസ് വാഷ്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, ഒരു ബോഡി വാഷ്, പിന്നെ വരുന്നത് നമുക്കൊരു ഹാൻഡ് വാഷ്, പിന്നെ ഷാംപൂ, സോപ്പ്, അങ്ങനത്തെ ബേസിക് തിങ്സ് എല്ലാം ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഒരു പൗച്ചിലാക്കി വെക്കാം. ഇത് ഇത്രയും ഞാൻ കാണിച്ച ബേസിക് തിങ്സ് ആണ്. ഇപ്പം ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ കിംസ് ആണ്. ചിലപ്പോൾ ഇതെല്ലാം അവിടെ പ്രൊവൈഡഡ് ആയിരിക്കും. മോസ്റ്റ്ലി അവർ തന്നെയാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലും എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾക്ക് പോകാൻ പോകുന്നത് ഡ്രസ് ഐറ്റംസിലോട്ടാണ്. അതിൽ മെയിനായിട്ട് ഞാൻ എടുത്തു വെച്ചത് ജസ്റ്റ് ഒരു പലാസോ പാൻറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ലോങ് ടോപ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ മോസ്റ്റ്ലി അവരുടെ യൂണിഫോം തന്നെയാണ്. അവർക്കൊരു സിമ്പിൾ വൈറ്റ് യൂണിഫോം പോലത്തെ ഒരു യൂണിഫോം ഉണ്ട്. അത് തന്നെയാണ് അവർ വേറെ ഞാൻ പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാൽ വേണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചേക്കാണ്. പിന്നെ നമ്മൾ ഡെലിവറിക്ക് പോകുന്ന മുന്നേ അവിടെ കുറച്ച് എക്സസൈസും വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടിന് വേണ്ടി ഞാൻ ഒരു പലാസോവും 2 ടോപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഒരു അണ്ടർ സ്കേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമലി എല്ലാവരും പറയാറുണ്ട് ഒരു അണ്ടർ സ്കേർട്ട് നല്ലതാണ്, ബട്ട് ആവശ്യം വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു അണ്ടർ സ്കേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ടവൽസ്, കുളിക്കാൻ ബാത്ത് ടവൽസ് ഒരു 2 എണ്ണം, അല്ലാതെ 2 കുട്ടി ടവൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തുറക്കാനോ എടുക്കാനോ ഒക്കെ എനിക്ക് ആവശ്യം വരുമ്പോൾ സ്വെറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ തുറക്കാനൊക്കെ വേണ്ടി ഈ ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ 2 നൈറ്റീസ്, അതായത് ഒരു നോർമൽ നൈറ്റിയും ഒരു കഫ്താനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഈ കഫ്താനും ഈ ഒരു നൈറ്റിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് തന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ടോപ്പാണ്, മെറ്റേണിറ്റി വെയർ ടോപ്പാണ്. അതിൽ നമുക്ക് ഫീഡിങ് ഓപ്ഷനും ഉള്ളതാണ്. ഇത് ഞാൻ നോർമലി ഹോസ്പിറ്റൽ വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടോപ്പാണ്. ഇത് നമുക്ക് ബേബി ജനിച്ച ശേഷവും നമുക്ക് ഫീഡ് ചെയ്യാനാണെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ഇത് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ബേബി ആയിട്ട് വീട്ടിൽ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇന്നേഴ്സ് ആണ്. നമുക്ക് ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഇന്നേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി മെറ്റേണിറ്റി വെയർ ആണ്. അത് സിപ്ലെസ് ആണ്.
മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും പ്രഗ്നൻസി ജേർണിയിൽ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനും ഇപ്പോൾ ഈ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കംഫർട്ടബിൾ ഡ്രസ്സാണ്. ഇപ്പം ഇത് കൂടാതെ ഞാൻ ഒരു 2-3 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇന്ന് വന്നില്ല, നാളെ വരുമായിരിക്കും. അതും കൂടെ നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഇതാണ് മോസ്റ്റ്ലി എൻ്റെ ഒരു പാർട്ടിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടിപ്സ്. ഇനി അടുത്ത് നമ്മൾ ബേബിയുടെ സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനം കൂടെ കാണിച്ചു തരാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ടാബ്ലറ്റ് ആണ്. നമ്മുടെ അയണും കാൽഷ്യവും ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ എല്ലാവരും എടുത്ത് വെക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതൊന്നും എടുക്കാൻ ഓർക്കത്തില്ല. ഇനി അടുത്തത് എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഡേറ്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രഗ്നൻസിയിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഡേറ്റ്സ് കഴിക്കുന്നത്. അതിന് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് വല്ലതും വിശക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് ചെറിയ ചെറിയ പാക്കറ്റിലുള്ള കപ്പലണ്ടി മുട്ടായി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. സ്വീറ്റ് ക്രേവിങ്സ് വന്നാൽ കഴിക്കാൻ. പിന്നെ അതുകൂടാതെ കുറച്ച് മുട്ടായി. ഈ മുട്ടായി എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള മുട്ടായാണ്. ഉപ്പും മുളകും എന്ന് പറയും. പിന്നെ പ്രഗ്നൻസി ജേർണിയിൽ ഇത് നിങ്ങൾ കഴിച്ചു നോക്കുക. മോസ്റ്റ്ലി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അല്ലാതെ ഞാനൊരു കുട്ടി പാക്കറ്റ് ഒരു ബിസ്ക്കറ്റ്, ഇത് ഞാൻ ലുലു പോയപ്പോൾ വാങ്ങിയതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ടൊക്കെ ഒന്നേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുക്കീസിൽ ഡേറ്റ്സിൻ്റെ സ്റ്റഫിങ് വരുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതൊന്ന് വാങ്ങി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയാണ് ഞാൻ സ്നാക്സ് എന്നുള്ള രീതിയിൽ അവിടെ പോയി വല്ല കഴിക്കാൻ തോന്നിയാൽ കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന ഐറ്റംസ്. ടീയുടെ സെക്ഷനാണ്, അത് നമുക്ക് കാണാം. ആദ്യമായിട്ട് തന്നെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള നല്ലൊരു ടവലാണ്. ഇനി ഇതൊന്നും കൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ ഇത്ര ഓപ്പൺ ചെയ്യുന്നുള്ളൂ. നല്ലൊരു ടവൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ടവല് നമുക്ക് ബേബിയൊക്കെ വീട്ടിലോട്ട് വരുമ്പോൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാനോ അങ്ങനെയൊക്കെ ആവശ്യം വരും. ഇതൊരു നല്ല ടവലാണ്. ഞാൻ നേരത്തെ കാണിച്ചതിനെക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവലാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോസ്റ്റ്ലി നമ്മുടെ ഇതിലൊന്നും ആരും തന്നെ ബേബീസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും നേരത്തെ വാങ്ങി വെക്കത്തില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. ബട്ട് നമ്മൾ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മോസ്റ്റ്ലി ബേസിക് ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ വാങ്ങി വെക്കുക. ഫസ്റ്റ് ഒരു 1 or 2 days യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തിങ്സ് നിങ്ങൾ വാങ്ങി വെക്കുക. വാങ്ങി വെക്കേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉടനെ തന്നെ യൂസ് ചെയ്യുമ്പം ബേബീസിന് റാഷസ്, ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരും, അലർജിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് നമുക്ക് ബേബീസിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ബേസിക് ആയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു 1 or 2 days യൂസ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്തത് കാണേണ്ടത് ബേബിയുടെ കെട്ടുടുപ്പ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും മോസ്റ്റ്ലി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. പ്യുവർ കോട്ടൻ്റെ ആണ്. അത് ഞാൻ നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്ത് നല്ലപോലെ നീറ്റായിട്ട് അയണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കെട്ടുടുപ്പ് കണ്ടോ, ഇതുപോലത്തെ കെട്ടുടുപ്പ് ഒരു കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. ഒരു 10 numbers ഒക്കെ വാങ്ങിയിട്ടുള്ളൂ. അതും ഇതുപോലെ ഞാനൊരു സിപ്ലോക്ക് കവറിലും ഇതുപോലത്തെ കവേഴ്സിലും ആക്കി ഞാൻ 2 സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ബേബിക്ക് ഞാൻ വാങ്ങിയത് ഈ മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് എന്ന് പറയാം, അറിയാലോ. ക്യാപ്പും സോക്സും കയ്യിലിടേണ്ട കാര്യങ്ങളും അതൊരു സെറ്റ് വാങ്ങിയിട്ടുള്ളൂ. അതും നമ്മൾ എല്ലാ സാധനവും ബേബിക്ക് വാങ്ങുന്ന എല്ലാ സാധനവും നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അതുകൂടാതെ ഇങ്ങനത്തെ ഒരു ക്ലോത്ത്, സ്വാഡിൽ ക്ലോത്ത് എന്നാണ് പറയുന്നത്. നല്ല പ്യുവർ മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ഒരു ടവലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. കാരണം ബേബീസ് പുറത്ത് വരുമ്പോൾ അവർക്ക് ഈ നമ്മുടെ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് സെറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വാഡിൽ ക്ലോത്ത് വാങ്ങുന്നത്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മുടെ പോത്തീസിൽ നിന്നാണ്. അവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കും അവിടെ പോയി പർച്ചേസ് ചെയ്യാം. ഇത് സ്വാഡിൽ ക്ലോത്തിൻ്റെ കാര്യം. അതുപോലെ നോർമൽ നമ്മുടെ തുണി ഉണ്ടല്ലോ, നമ്മുടെ മുണ്ടിൻ്റെ ഒക്കെ തുണി, അത് നമ്മളൊരു കുറച്ച് പീസസ് എടുത്ത് കട്ട് ചെയ്ത് അതും ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത് നീറ്റായിട്ട് മടക്കി ഞാൻ ഈ സിപ്ലോക്ക് കവറിൽ വെച്ചിട്ടുണ്ട്. അതും കുറച്ച് നമ്പേഴ്സ് എന്തായാലും നമുക്ക്, കുറച്ച് നമ്പേഴ്സ് അല്ല, ഒരുപാട് നമ്പേഴ്സ് നമുക്ക് എന്തായാലും ആവശ്യം വരും. അത് ഒരുപാട് നിങ്ങൾ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി വെക്കുക. അങ്ങനെ ഞാനൊരു 2 പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ
ഒരു നോർമൽ മസ്ലിൻ്റെ ടവല്, അതും ബേബിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇപ്പം ബേബി എടുക്കാനും ബേബി കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ടവൽ വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഡ്രൈ ഷീറ്റ് ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതും ഞാൻ പോത്തീസിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഈസിലി അവൈലബിൾ ആണ് എല്ലാ ഷോപ്സിലും, അത് വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഒരു ബാത്ത് ടവൽ, ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ബാത്ത് ടവൽ, അതും വാങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ മെയിൻലി ബേബിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തത്. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ മുണ്ടിൻ്റെ തുണി, അതിപ്പോൾ ഒരു പാക്കറ്റും കൂടെ, മൊത്തം 3 സെറ്റായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇൻ കേസ് നമുക്ക് ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞാൽ ആ മുണ്ടിൻ്റെ ക്ലോത്ത് ഞാൻ കുറച്ച് റാപ്പും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയം കട്ട് ചെയ്ത് എടുത്താൽ മതിയല്ലോ. അത് പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മദർ സ്പാഷിൻ്റെ വെറ്റ് വൈപ്സ്. അത് വെറ്റ് വൈപ്സ് എന്ന് പറയുന്ന പ്യുവർ വാട്ടർ വൈപ്സ് ആണ്. ഇതിൽ അഡീഷണൽ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിതിൽ ബേബിക്ക് റാഷസും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഫുൾ ഓഫ് വാട്ടർ ആണ്, 98% വാട്ടർ ആണ്. കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് പർച്ചേസ് ചെയ്തത്. നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അപ്പം ബേസിക്കായിട്ട് ഞാൻ ഇത്രയും തിങ്സ് ബേബിക്കെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ളൂ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ. ഇത്രയാണ് ഞാൻ ബേബിക്ക് വേണ്ടി എടുത്തു വെച്ച സാധനം. ഈ സെക്ഷനിൽ ഇരിക്കുന്ന ബേബിയുടെ അച്ഛൻ്റെ ഡ്രസ്സാണ്. എന്തായാലും മിനിമം 2 to 3 days നമുക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വരും. ചുമ്മാ വീട്ടിൽ പോയിട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അർജൻറ്റിനുള്ള 2 ഡ്രസ്സ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ട്രോളിയിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ഫയൽ. നമ്മൾ എന്നാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലവർ പെയിൻ വന്നിട്ട് പോകും, അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റൽ നമ്മുടെ ഫയലും നമ്മുടെ ട്രോളി നമ്മുടെ സാധനം എടുത്തു വെച്ചേക്കുന്നതിൻ്റെ കൂടെ തന്നെ എടുത്തു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അത് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ബാഗും കൂടെ കാണിച്ചു തരാം. ഇത് അടുത്ത ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള മോസ്റ്റ് എസെൻഷ്യൽ തിങ്സ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിൽ ഞാൻ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത് ഒരു സിപ്പർ ബോട്ടിലാണ്. ഈ പ്രഗ്നൻസി ടൈമിൽ മോസ്റ്റ്ലി വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. ഈ സിപ്പർ ബോട്ടിലാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളം കുടിക്കും. അപ്പോൾ ഒരു സിപ്പർ ബോട്ടിൽ, അല്ലാതെ ഞാൻ അഡീഷണൽ ഒരു ബോട്ടിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു സിസേഴ്സ് വേണം. പിന്നെ ഞാൻ കുറച്ച് സിപ്പ് ലോക്ക് കവേഴ്സ്, കുറച്ച് കവേഴ്സ്, അല്ലാതെ ന്യൂസ് പേപ്പർ, ഇതൊക്കെ നമുക്കറിയാമല്ലോ ബേസിക്കായിട്ട് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വരുന്നതാണ്. ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തുറക്കാനും എടുക്കാനും ഇതിനൊക്കെ ആവശ്യം വരും. കവേഴ്സൊക്കെ എടുത്ത് വെക്കുന്ന എന്തെങ്കിലും ഇപ്പം ഡ്രസ്സ് എക്സസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സെല്ലാം ഇതിലിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അതുകൂടാതെ ഞാനൊരു കെറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമലി ഹോസ്പിറ്റൽസിൽ കാണുമായിരിക്കും, എന്നാലും നമുക്ക് ഡൗട്ട്സ് ഉണ്ട്, എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഒരു കെറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ ഈ പ്രഗ്നൻസി ജേർണിയിൽ നോർമലി ടീ കോഫി എല്ലാം അവോയ്ഡ് ചെയ്ത് ആണ്. ബട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. അതുകൊണ്ട് എന്നും ചായ കുടിക്കും, രാവിലെയും വൈകിട്ടൊക്കെ ചായ കുടിക്കും. അതിനുവേണ്ടി ഞാൻ ഈ എവരിഡേയുടെ മിൽക്ക് പൗഡറും കുറച്ച് ടീ ബാഗും കോഫി പൗഡറും ഷുഗറും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം അത് ഈ കെറ്റിലിനകത്ത് തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് എനിക്ക് കുടിക്കാൻ തോന്നുകയാണെങ്കിൽ പെട്ടെന്നിട്ട് കുടിക്കാമല്ലോ, അതിനാണ് ഇത്രയും സാധനം. അതുകൂടാതെ ഞാനൊരു നോർമൽ ഒരു ടിഷ്യൂ പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും വൈപ്പ് ചെയ്യാനോ എടുക്കാനൊക്കെ ആവശ്യം വരും, ഒരു ടിഷ്യൂ പാക്കറ്റ്. പിന്നെ അല്ലാതെ ഒരു ഇതുപോലത്തെ ഒരു ബോക്സ്, ഇൻ കേസ് എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഈ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഫ്ലാസ്ക്, എന്തെങ്കിലും ഹോട്ട് വാട്ടർ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വല്ല ചായ ഇൻ കേസ് പുറത്ത് പോയി വാങ്ങാനാണോ ഒരു ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 സ്റ്റീൽ ഗ്ലാസും കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസും. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസും ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് പേഷ്യൻറ്റും പിന്നെ ബൈസ്റ്റാൻഡറും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ പാക്കറ്റ് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബർ. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും തുറക്കാനൊക്കെ ആവശ്യം വരുമെന്ന് പറഞ്ഞാൽ 2-3 നമ്മുടെ നോർമലി യൂസ് ചെയ്യുന്ന ക്ലോത്ത്. അത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു കവറിൽ എടുത്ത് വെച്ചിരിക്കുന്നത്.
നെക്സ്റ്റ് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ റബ്ബർ ബാൻഡ്, കുറച്ച് റബ്ബർ ബാൻഡ്, 2-3 സ്പൂണ്, ഒരു നൈഫ്, ഒരു ചെറിയ ബൗള്. എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര എടുത്ത് വെച്ചേക്കുന്നത്. അത് ഇത്രയും ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 3 പ്ലേറ്റ്, ഇപ്പം എനിക്കായാലും കൂടെയുള്ള ആൾക്കും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് 3 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചായ കുടിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ഇതിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു കുട്ടി ബേസിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും എന്താണ് ബേബിക്ക് ഇൻ കേസ് ബോഡി ഫുള്ള് നല്ലപോലെ വൈപ്പ് ചെയ്തെടുക്കാൻ, തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാൻ, മുഖമൊക്കെ തുറക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കുട്ടി ബേസിൻ വാങ്ങി. ഇനി എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചപ്പൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നമുക്കിപ്പോൾ വാക്കിങ്ങിന് പോവാനും അവിടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ചപ്പൽ വേണമല്ലോ, അതുകൊണ്ട് ഒരു ചപ്പൽ നോർമൽ സ്ലിപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ചെറിയ പ്ലേറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും തിങ്സ് ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ ഫുഡോ സ്നാക്സോ ഒക്കെ കഴിക്കാൻ വേണ്ടി ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ് ഈ ബാഗിൽ ഞാൻ സെറ്റപ്പ് ചെയ്തത്. കൂടാതെ തന്നെ ഒരു കവറിൽ വീട്ടിൽ നിന്നും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഒരു പെയർ ഓഫ് ഡ്രസ്സ് ഇട്ടിട്ട് പോകുമല്ലോ, അത് നേരത്തെ തന്നെ എടുത്ത് വെക്കുക. കാരണം ആ സമയം നമ്മൾ എങ്ങനെയാണ് വറിയായിട്ടാണോ ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു പെയർ ഓഫ് ഡ്രസ്സ് സെപ്പറേറ്റ് ഒരു കവറിൽ മാറ്റി വയ്ക്കാം. ഇത്രയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോയിൽ വരുന്നത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും പറയുക കമൻസിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.